ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ ടൂവിന്റെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്തു. ജൂലൈ മാസത്തിലാണ് സിനിമ റിലീസ് ചെയ്യണത്. 12-ാം തീയതി ആണ് തോന്നുന്നു ഡേറ്റ് അവർ വെച്ചിട്ടുള്ളത്. അപ്പം അതിനു മുമ്പ് എന്തായാലും ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. സത്യം പറ, നിങ്ങൾക്ക് എന്താണ് ട്രെയിലർ കണ്ടിട്ട് തോന്നിയൊരു ഫീല്? ഞാൻ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഭൂരിഭാഗം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ മൊത്തത്തിലുള്ള ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. പേഴ്സണലി എനിക്കും അങ്ങനെ ഫീൽ ചെയ്തത്. സംഭവം എന്ന് പറഞ്ഞാൽ ശങ്കർ സിനിമയാണ്, ബ്രഹ്മാണ്ഡ സിനിമകൾ എടുത്തിട്ടുള്ള ഡയറക്ടറാണ് ശങ്കർ. അപ്പൊ ശങ്കർ ഒരു കാലയളവിന് ശേഷം വലിയ ഒരു പ്രൊജക്റ്റ് ആയിട്ട് വരുന്നതാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ ടുവിന്റെ തുടക്കം മുതലേ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഷ്ടകാലം പിടിച്ച പോലത്തെ ഒരു സിനിമയുടെ സെറ്റാണ്. ഒരുപാട് പേര് മരിച്ചു ഒരു ആക്സിഡന്റിൽ. ഇതിൻ്റെ ഉള്ളിൽ 3-4 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. വിവരം തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. പിന്നെ അതേപോലെ തന്നെ നെടുമുടി വേണു, മനോബാല, വിവേക്, ഇവരൊക്കെ ഇതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് മരിച്ചു പോയത്. അങ്ങനെ കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നു. ലൈക്ക് പോലത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസിന് വരാൻ പാടില്ലാത്തതാണ്, അവർക്ക് വരെ ഫിനാൻഷ്യൽ ടൈറ്റും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ട് ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യം, സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞിരുന്നത്, അതായത് കണ്ടുവെച്ച് പറഞ്ഞിരുന്നത്, ഈ നമ്മുടെ ഇന്ത്യൻ ഫസ്റ്റ് ഇറങ്ങുന്നത് 90-കളിലാണ്. അപ്പൊ അന്ന് താത്ത എന്ന് പറയുന്ന സേനാപതി എന്ന് പറയുന്ന കമൽഹാസന്റെ ക്യാരക്ടറിന് ഓൾറെഡി 90 വയസ്സുണ്ട്. ഇന്ത്യൻ 2 വരുമ്പോ ഈ സേനാപതി 110 വയസ്സ് അല്ലെങ്കിൽ 120 വയസ്സായിട്ടാണ്, 30 വർഷത്തോളം ഏകദേശം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ സിനിമ വരുന്നത്. ആ ഒരു 30 വർഷത്തോളം കഴിഞ്ഞിട്ടും സേനാപതി വരുമ്പോ ട്രെയിലറുകൾ കാണിച്ചിട്ടുള്ള പോലെ ബോഡിയും കാണിച്ച് ഈ ഒരു ഗെറ്റപ്പിൽ 120 വയസ്സിലാണ് വരണേ എന്നുള്ള ലോജിക്കില്ലായ്മ എല്ലാവരും ഇപ്പോഴേ പറയുന്നുണ്ട്. അതൊരു ലോജിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ ഇതിന്റെ ഇവന്റിന്റെ, അതായത് ട്രെയിലറിന്റെ ഇവന്റിന്റെ ഭാഗമായിട്ട് ശങ്കർ ഓഡിയൻസിനോട് നോക്കിയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2024 ഈ സേനാപതി എന്ന് പറയുന്ന താത്ത വന്ന അല്ലെങ്കിൽ ഇരിക്കും, അതായത് ആ ക്യാരക്ടറിനെ മാത്രം എടുത്തിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നെടുമുടി വേണുവിന്റെ ക്യാരക്ടർ ഈ ട്രെയിലറിൽ പറയുന്നുണ്ട് സേനാപതിനെ പറ്റിയിട്ടൊക്കെ. അതെങ്ങനെയാണ് ശങ്കർ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണേ എന്നുള്ളത് അറിയില്ല. പക്ഷെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ 2 വേറെ എവിടെയും ചെന്ന് നിൽക്കില്ല. കാരണം നല്ല ഹൈറ്റ്സിലെ പടം പോകും. ഓൾറെഡി പൊളിറ്റിക്സിനെ ചോദ്യം ചെയ്യുന്ന സിനിമ എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ്. ഇന്ത്യൻ 2 എന്ന് പറയുമ്പോഴും പൊളിറ്റിക്സ്, അഴിമതി, നമ്മുടെ നികുതി വെട്ടിപ്പ്, ഇങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് വരിക. കറന്റ് പൊളിറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ കറന്റ് രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്, അതിനെതിരെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് കമൽഹാസൻ ഒരു പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ പൊളിറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു നടൻ കൂടിയാണ് സിദ്ധാർത്ഥിന് ഈ സിനിമയിൽ വലിയൊരു വേഷമുണ്ട്. സോ ഇതൊക്കെ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഈ സിനിമ എന്താണെങ്കിലും ഒരു കുറെ പേർക്ക് നേരെയുള്ള ഒരു അമ്പയിൽ തന്നെയായിരിക്കും ഇന്ത്യൻ 2 എന്നുള്ളത്. അത് ജനങ്ങളെ കൺവിൻസ് ചെയ്തെടുക്കാനായിട്ട് ശങ്കറിന് സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ 2 നല്ലൊരു സക്സസ് തന്നെയായിരിക്കും. എന്തായാലും ശങ്കറിന്റെ വിഷ്വൽ ബ്യൂട്ടിയും അല്ലെങ്കിൽ ഷോർട്സും കാര്യങ്ങളും ആ റിച്ച്നെസ് ഉള്ള ഫ്രെയിംസും എല്ലാം പടത്തിലുണ്ട്. ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ശങ്കറിനെ പോലത്തെ ഒരു ഡയറക്ടർ വീണ്ടും റിട്ടേൺ ബാക്ക് ആയിട്ട് വരുന്ന കാണുമ്പോൾ ഇപ്പൊ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഒരു സിനിമയും കൂടി രാംചരനെ വെച്ചിട്ട് അതും വലിയ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. പുള്ളിയുടെ എല്ലാ പടങ്ങളും വലിയ ക്യാൻവാസാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. സോ ഇതാണ് എനിക്ക് ഇന്ത്യൻ 2ന്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇന്ത്യൻ 2 ട്രെയിലർ കണ്ടിട്ട്? അതൊന്ന് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പടം എന്തായാലും FDFS കാണാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. കാരണം അത്രമാത്രം സ്കെയിലിൽ ഒന്ന് വലിയൊരു പടം തന്നെയല്ല. അപ്പോൾ എന്തായാലും സേനാപതി വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ആ ഒരു ഇന്ത്യനൊക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ത്യൻ 2 എങ്കിലും കാണാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ അന്നത്തെ വീഡിയോ ഉള്ളത്. എന്താ വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.